ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഡയറിയുടെ വീഡിയോ ഇടാണ്ടിരിക്കാൻ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയത്തൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒരു 5-10 കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. വേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ഇവിടെ സൈഡിൽ കൂടെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, വളാഞ്ചേരി SI വക്കീൽ. എൻ്റെ ഫോണിലോട്ട് ഇങ്ങനത്തെ കോൾസാണ് വരുന്നത് ഈയിടെയായിട്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടുമോ? ഒബ്വിയസ്ലി രക്ഷപ്പെടും. സോ ഐ ലിസ്റ്റ് ഔട്ട് ദ റീസൺസ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഫസ്മിന അങ്ങനെ സ്വന്തം ഭർത്താവായിരുന്ന ലല്ലുവിൻ്റെ രഹസ്യ വീഡിയോകളെല്ലാം വെളിയിൽ പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അതായത് ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ 3-4 പേരിങ്ങനെ ട്രെൻഡിങ് ആണല്ലോ. അതായത് മെഹനാസ്, സഫ, ലല്ലു, ഫസ്മിന, അങ്ങനെ 3-4 പേര് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒരു ലൂപ്പിൽ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പൊതുവെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഒരു കാര്യം പോലും ഞാൻ ഇതുവരെയും വീഡിയോയിൽ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോയും ലാസ്റ്റ് വീഡിയോയും ഇതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്പിങ്സും കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ആദ്യം മെഹനാസിലും സഫയിലോട്ട് പോകാം. നിങ്ങൾക്ക് മെഹനാസിനെ അറിയാമായിരിക്കും. റിഫ എന്ന് പറയുന്ന ഒരു വ്ളോഗർ, അതായത് മെഹനാസിന് റിഫയ്ക്ക് ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു. വിദേശത്ത് വെച്ച് റിഫ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അങ്ങനെ മെഹനാസാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു. പക്ഷേ വലിയ തെളിവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വെളിയിൽ വിലസി നടക്കുകയാണ് മെഹനാസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഹതാപം തോന്നിയതിനെ തുടർന്ന് മെഹനാസുമായിട്ട് ഈ സഭ ഇഷ്ടത്തിലാവുന്നു. ഈ ഖാദർ കരിപ്പൊടിയുടെ ചാനലിൽ വന്നിട്ട് ഈ സഭ പറയുന്നുണ്ടായിരുന്നു, മെഹനാസിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല, കണ്ടിരുന്നില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലാതെ ഒരു കല്യാണം കഴിക്കുന്നു, ഒരു കുഞ്ഞുണ്ടാകുന്നു. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഇവർ പിണങ്ങുന്നു, വീണ്ടും ഒന്നിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് മെഹനാസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് എൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി, ഇങ്ങനെ ഫസ്മിന സക്കർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആളുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത് എന്നുള്ള രീതിയിൽ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് വളരെ ക്ലിയർ ആയിട്ടൊന്നും അല്ല പറയുന്നതെങ്കിലും എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് മെഹനാസ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ സഭ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഇൻസ്റ്റാഗ്രാം ID തുടങ്ങുന്നു, എല്ലാം യൂട്യൂബിൽ റീച്ച് ആവുന്നു. അപ്പോൾ തന്നെ ലല്ലുവിൻ്റെ ഫസ്മിനയുടെയും കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും ഇവരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ പറഞ്ഞതുപോലെ പ്രശസ്തനായ തൊപ്പി എന്നൊക്കെ പറയുന്ന യൂട്യൂബറെയൊക്കെ പ്രണയിച്ച ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ പിരിയുകയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ ലല്ലു എബി എന്ന് പറയുന്ന ആളുമായിട്ട് പെട്ടെന്ന് വിവാഹം കഴിക്കുകയും മറ്റോ ചെയ്തു. അത് കഴിഞ്ഞ് ദാമ്പത്യ ജീവിതമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇപ്പം ഓരോ പ്രശ്നങ്ങളുണ്ടായി. അവൻ ചതിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളോട് പോലും മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. സ്നാപ്ചാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളിൽ ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് പേരുമായിട്ട് മെസ്സേജ് അയക്കുന്നു, ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്മീന അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ആ ലല്ലുവും ഫസ്മീനയും തമ്മിൽ നിയമപരമായിട്ട് പിരിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവർ പിരിഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ ലല്ലുവിനെ ഒരുപാട് തേച്ചൊട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഫസ്മിനെ പുറത്തു കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് കുറേ നാൾ ലല്ലു മിണ്ടാതിരുന്നിട്ട് ലല്ലു ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂകൾ കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതിൽ ഫസ്മിനയുടെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിടാൻ തുടങ്ങി. ഒരു ഡയറിയിലെ കാര്യങ്ങൾ, അവളുടെ പഴയ കാര്യങ്ങൾ, അതുപോലെ വേറെ അവന് ഒരുപാട് മോശം തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ലല്ലുവും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞ് തൻ്റേതല്ലെന്നും അതുപോലെ തന്നെ ഒരു ആണുങ്ങളൊന്നും പോലെ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മോശം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് തെളിവുകളും ലല്ലു ഡയറി ആയിട്ടുമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഫസ്മിനയുടെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഫസ്മിനയുടെ സ്വന്തം ഡയറി ലല്ലു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ലല്ലുവിൻ്റെ തന്നെ വീഡിയോ ആണ് ഈ ഫസ്മിനയാണെങ്കിൽ ഇത്രയും നാൾ ഇട്ടുകൊണ്ടിരുന്നത്. ഏത് വീഡിയോ ഇട്ടാലും 2-3-4 ലക്ഷം വ്യൂസാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 8 മിനിറ്റുള്ളൊരു വീഡിയോയ്ക്ക് 2000 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന $1. അപ്പോൾ ഈ 2-3 ലക്ഷം ഉള്ള വീഡിയോസ് ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് പോയാൽ ഒരു മാസം അവരുടെ വരുമാനം നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. നമ്മുടെ എക്സ് ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിലവിലുള്ള ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ആളായിക്കോട്ടെ, അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇട്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക എന്ന് പറയുന്നത് എത്ര നല്ല ഏർപ്പാടാണെന്നുള്ളതൊന്ന് ഓർത്ത് നോക്കണം. അല്ലെങ്കിൽ അയാൾ ഒരു കുറ്റം ചെയ്തു, ഞങ്ങളിങ്ങനെ പിരിഞ്ഞു, നിയമപരമായിട്ട് പിരിയാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഇതൊരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടിരുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവും സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ അത് എല്ലാവരും ഇനി ഇവന് നല്ലൊരു ജീവിതം കിട്ടരുത്, അല്ലെങ്കിൽ ഇനി ഇവക്കൊരു ജീവിതം കിട്ടരുത് എന്നുള്ള രീതിയിൽ മാക്സിമം എങ്ങനെ താറടിക്കാവോ അങ്ങനെയാണ് ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം പ്രവൃത്തി തന്നെയാണ് സഫയും മെഹനാസും ചെയ്യുന്നത്, എങ്കിലും കുറച്ച് ഭേദമുണ്ട്. അപ്പം മെഹനാസ് ഭയങ്കര ഉപദ്രവമാണ് മറ്റുള്ളതാണെന്നും പറഞ്ഞാണ് ഈ സഭ മെഹനാസിനെ വിട്ടിട്ട് വന്നത്. എന്നിട്ടാണ് ഈ 16 പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഈ ലല്ലുവിൻ്റെ പുറകെ പോയി. പിന്നെ ഇപ്പം നമ്മുടെ ഇറ്റ്സ് കൈസിൻ്റെ ചാനലിലൂടെ 1-2 വീഡിയോസ് ഫോട്ടോസൊക്കെ ലീക്കഡ് ആയിട്ടുണ്ടായിരുന്നു. അത്
സഭ പറയുന്നുണ്ടായിരുന്നു ലല്ലുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. അപ്പം ബെഡ്റൂമിലൊക്കെ ഉള്ള ഒരുപാട് ഫോട്ടോസൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പം നടക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അവരുടെയൊക്കെ വീഡിയോസ് സത്യം പറഞ്ഞാൽ കാണാറേ ഇല്ല. നമ്മൾ കാണുന്നത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ വീഡിയോസ് ഇടുന്നത്. ഒരു വീഡിയോയ്ക്ക് ഇട്ടപാടെ 3-4 ലക്ഷം വ്യൂസ് എന്നൊക്കെ പറയുമ്പം അത്രയും ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. നിങ്ങൾ തന്നെ ഓർത്ത് നോക്ക്, ഈ സ്വന്തം ഭാര്യ മരിക്കാൻ കാരണക്കാരനായവൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞ് വേർപിരിഞ്ഞ് താമസിച്ചിട്ട് ഏറ്റവും മോശക്കാരനായ ഒരാളുടെ കൂടെ പോയി താമസിക്കുന്ന, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പോലെ, അല്ല അയാളുമായിട്ടൊരു ബന്ധം ഇല്ലയെന്ന് വാക്കിൽ പറയുന്നു, പ്രവൃത്തിയിലെല്ലാം ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു സ്ത്രീയാണ് സഫ. അവളെ മെഹനാസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? സഫനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? അതുപോലെ തന്നെ ഈ ലല്ലു, ഭാര്യ ഇരിക്കെ തന്നെ ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയ ആളാണ് ലല്ലു. അപ്പം അയാളെ സപ്പോർട്ട് ചെയ്യുമോ? അതുപോലെ തന്നെ ഫസ്മിന ആണെങ്കിലും അവരുടെ വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷം സ്വന്തം ഹസ്ബൻഡ് ആയിരുന്നവനെ വിറ്റ് ഇത്രയും നാൾ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളും അത്ര മോശക്കാരിയല്ല. 4 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ 4 പേരിൽ ഒരാളെ പോലും ഒരു തുള്ളി പോലും ബുദ്ധിയും ബോധമുള്ള ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുമായിട്ടും ഒക്കെ ഇവർക്ക് ഇപ്പോൾ കൈസിനാണെങ്കിൽ സഫ ഇച്ചിരി എതിരായിട്ട് വരുന്നുണ്ട്. പിന്നെ അനന്തു എന്ന് പറയുന്ന യൂട്യൂബർക്കാണെങ്കിൽ ഫസ്മീന എതിരായിട്ട് വരുന്നുണ്ട്. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഇട്ട് റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടുകൾ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 4 പേരെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ജെന്യുവിനിറ്റിയും അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ വീഡിയോസ് ഒന്നും കാണരുത്. പറ്റുവാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോസൊക്കെ ഒന്ന് റിപ്പോർട്ടൊക്കെ അടിച്ച്, ഒരിക്കലും നമ്മൾ 1 മിനിറ്റ് പോലും അവരുടെ വീഡിയോസ് കാണരുത്. അവർ ഈ കണ്ടൻറ്റൊക്കെ നിർത്തിയിട്ട് പൊക്കോളും. ഇപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസോ ലൈക്ക് കൊണ്ടോ കമൻറ്റ് കൊണ്ടോ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ അതൊന്നും എടുത്ത് കാണുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യൂട്യൂബിൽ നിന്ന് ഒഴിവായി പൊക്കോളും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.